പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുള്ളത് ദുബായിൽ ജോലിയാർത്ഥം പോകുന്ന കേരളത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് അനവധി സ്ത്രീകൾ ഇന്നുണ്ട്. അപ്പോൾ 20 വർഷം മുമ്പ് അവരുടെ PG ജിയോളജി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് ജിയോളജിയും കഴിഞ്ഞ് ആരുടെയും പിൻബലമില്ലാത്ത ഗൾഫിൽ പോയി നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്ത് ആ 20 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറയാൻ വേണ്ടിയും അതുപോലെ തന്നെ ജോലിയാർത്ഥം ഗൾഫിലേക്ക് പോകുന്ന ഈ കാലത്തെ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷനിലുള്ള സ്ത്രീകളും അതുപോലെ തന്നെ ജോലിയാർത്ഥം ഗൾഫിൽ പോകുന്ന പലർക്കും വലിയൊരു ഉപകാരപ്പെടുന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പർവീൻ ഐഷ പൈക്ക എന്ന് പറയുന്നുള്ള എൻ്റെയും ഒരു സുഹൃത്ത് തന്നെയാണ്. കാരണം ഗവൺമെൻറ് കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. പക്ഷേ പർവീൻ പൈക്ക നമ്മളൊക്കെ ഇൻസ്പിറേഷൻ ആകുന്നതെന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത സമയത്ത് ഗൾഫിൽ പോയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ നേടി ഇന്ന് നല്ലൊരു ലെവലിലുണ്ട്. അപ്പോൾ അത് കാസർഗോഡ് ജനങ്ങൾ അറിയണം, അതുപോലെ തന്നെ ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോകുന്നുള്ള പലരും അറിയണം. അതുകൊണ്ടാണ് പർവീൻ പൈക്കയെ വിളിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു പരിശ്രമത്തിലുള്ളത്. അപ്പോൾ പർവീൻ പൈക്കയെ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ക്ഷണിക്കാം. ഹലോ പർവീൻ. ഹായ് ഫത്ത. പർവീൻ്റെ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയേറെ ആശ്ചര്യം ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ ആരുടെ പിൻബലോ അല്ലെങ്കിൽ ഗോഡ് ഫാദർ ഒന്നുമില്ലാത്ത സമയത്ത് ഗൾഫിൽ പോയിട്ട് ജോലി സമ്പാദിച്ച് അതുപോലെ തന്നെ നല്ലൊരു കമ്പനിയിലുള്ള വലിയൊരു രീതിയിലുള്ള ഒരു പ്രൊജക്ട് മാനേജറൊക്കെയാണ് നിലവിലുള്ളത്. അപ്പോൾ ആ ഒരു ഇതിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പ്രേക്ഷകർക്കും അതുപോലെ തന്നെ എനിക്കും അതിൻ്റെ വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ചുരുക്കി പറയാൻ പർവീൻ പൈക്കയെ ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു ഫത്ത. അൽഹംദുലില്ലാ ഇപ്പോൾ നല്ല ഒരു പൊസിഷനിലാണുള്ളത്. അത് ജിയോളജി പഠിച്ചുകൊണ്ടുള്ള ഗുണമുണ്ട്. അതിൽ ഇനീഷ്യലി എല്ലാവരെ പോലെ ഞാൻ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരുന്നു. ഐ വാസ് വെരി ഡിറ്റർമിൻഡ്. എനിക്ക് ജോബ് വേണം എന്നുള്ളത് ഭയങ്കര ഡിറ്റർമിൻഡ് ആണ്. പക്ഷേ പണ്ട് പെൺപിള്ളേർ ജോബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. എല്ലാവരും കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ വിടുള്ളൂ. സെയിം തിങ് എൻ്റെ ഫാമിലിയിൽ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ PG വരെ പിടിച്ചെന്ന് പിന്നെ എനിക്ക് റാങ്കും കൂടി കിട്ടിയപ്പോൾ പേരൻസിനെ കുറച്ച് വിശ്വാസമായി. ഇവിടെ പഠിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നി. റാങ്ക് ഉണ്ടായിരുന്നു, സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, PGയിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ UAE പോയ ശേഷം എനിക്കൊരു ആസ് യു സെഡ് ഒരു ഗോഡ് ഫാദർ ഇല്ല. പിന്നെ ആ സമയത്ത് ജിയോളജി പുറം നാട്ടിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ലേഡീസേ ഉള്ളൂ. അതെല്ലാം ഭയങ്കര റെയർ ആയിരുന്നു. ദേ വർ നോട്ട് ഹെൽപ്ഫുൾ ഓൾസോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സമയത്താണ് ഞാൻ അവിടെ എത്തുന്നതും. അപ്പോൾ പക്ഷെ ഞാൻ ഡിറ്റർമിൻഡ് ആയിരുന്നു എനിക്ക് ജിയോളജിയിൽ തന്നെ ജോലി കിട്ടണമെന്ന്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ പേപ്പറിൽ നോക്കും. പേപ്പറിൽ നോക്കിയിട്ട് ആ സമയത്ത് ഓൺലൈനിലൊന്നുമില്ല. പേപ്പറിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യും. ഇപ്പോൾ മെനി റിജക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജിയോളജി ഫീൽഡിൽ കിട്ടുന്നുണ്ട് ലാബിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കൗട്ട് ആയിട്ടില്ല. കിട്ടി ജോബ്, പക്ഷേ പുള്ളി അവിടെ ക്യാൻസർ ആയിട്ട് ഓർഡർ മരിച്ചു. അപ്പോൾ ദെൻ ഐ വാസ് വറീഡ് ഇനി എന്ത് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വെച്ച് വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് നെറ്റ്വർക്കിംഗ് പറ്റില്ല. എന്തായാലും നെറ്റ്വർക്കിംഗ് ത്രൂ ഈ ജിയോളജി. പിന്നെ ആ സമയത്ത് ഈ ജിയോളജിക്ക് കുറേ സ്ട്രീംസ് ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, ഇങ്ങനത്തെ ഒക്കെ സ്ട്രീംസ് ആരും പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ആദ്യം കിട്ടിയ ജോലിയിൽ കയറി സെക്രട്ടറി ജോബ് കയറി. പക്ഷെ അവിടുന്ന് ഐ വാസ് സ്റ്റിൽ ഹണ്ടിങ് ഫോർ ജിയോളജി. ആൻഡ് എനിക്ക് കിട്ടി അൽഹംദുലില്ലാ. ഒരു ലാബിൽ കിട്ടി. ഐ വെന്റ് ഫോർ എൻ ഇൻ്റർവ്യൂ. അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് വിത്തിൻ 3 months എനിക്ക് ലൈസൻസ് കിട്ടിയപ്പോൾ ദേ ഗേവ് മീ കാർ. വിത്തിൻ 6 months ഐ ഗോട്ട് പ്രൊമോഷൻ. ഐ വാസ് ദ എംപ്ലോയി ഓഫ് ദ മന്ത് ദേർ. അങ്ങനെല്ലായിട്ട് ആൻഡ് then I realized this is my ഇതാണ് എൻ്റെ ഇമ്മീഡിയറ്റ്ലി ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് വാട്ട് ഐ ഡിഡ് ഈസ് ദാറ്റ് എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സ്ട്രീം ഉണ്ട്, ലെറ്റ്സ് എക്സ്പ്ലോർ ഇറ്റ്. അങ്ങനെ ഞാൻ അറിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട് സുബീർ എൻ്റെ സെയിം കമ്പനിയിലേക്ക് വന്ന് അങ്ങനെ പിന്നെ ഞാൻ വേറെ കമ്പനിയിൽ പോയി. സോ ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്ത് ലേഡീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയണം എങ്ങനെയാണ് ഇത് ജോബ് ഹണ്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു കമ്പനി മാറിയിട്ട് അൽഹംദുലില്ലാ ഫൈനലി ഒരു മാനേജ്മെന്റ് ലെവലിലോട്ട് ഇപ്പോൾ ഖത്തറിലും ഉണ്ടായിരുന്നു അല്ലേ? ദുബൈയിൽ മാത്രമല്ല, ഖത്തറിൽ 7 years ഉണ്ടായിരുന്നു. 7 years ഖത്തറിലുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കുറേ സ്ട്രീം ഉണ്ട് എന്ന് പറഞ്ഞില്ല, അത് എന്തൊക്കെയാണെന്നൊന്ന് പറയോ? ഏതൊക്കെ ടൈപ്പ് ഓഫ് ജോലിയിൽ ഇപ്പൊ ജിയോളജി പഠിച്ച ആൾക്ക് പോവാന്ന് പറയുന്നുള്ളത്? ആക്ച്വലി പണ്ട് ജിയോളജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫേം GSIയിൽ ജോബ് കിട്ടാ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അബ്രോഡ് പോയിട്ടുള്ള ഫീൽഡിൽ നിന്ന് ആർക്കും അത്ര എക്സ്പ്ലോർ ചെയ്തില്ല.
എനിക്ക് ഫസ്റ്റ് ടൈമാണ് ജിയോ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ ജിയോളജിസ്റ്റിന് സ്കോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ ജിയോ ടെക്നിക്കൽ കയറിയപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് ജിയോ ഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഇറ്റ് വാസ് ആക്ച്വലി ജിയോ ടെക്നിക്കലിനെ കാട്ടി ഏർണിംഗ് വൈസ് ജിയോ ഫിസിക്സ് ആണ് മോർ. ഓക്കെ, അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. അതേപോലെ ജിയോ സർവേ ഉണ്ട്. അപ്പോൾ മാരിടൈം ഇൻഡസ്ട്രിയിൽ നിയർ ഷോർ ഉണ്ട്, കുറേ ഫീൽഡ് ഉണ്ട്, ഡീ വാട്ടറിങ് ഉണ്ട്. സോ ഇതെല്ലാം ഇപ്പോഴാണ് നമ്മൾ ആ ഫീൽഡിൽ അറിഞ്ഞത്. ഐ തിങ്ക് നമ്മളെ ബാച്ച് വാസ് റിയലി ലക്കി. ഞാൻ ജിയോ ടെക്നിക്കലാണ്, എൻ്റെ ഒരു ഫ്രണ്ട് രഞ്ജിത്ത് ഇസ് ദർ, ഈസ് ഇൻ ജിയോ ഫിസിക്കൽ, എൻ്റെ ഒരു ഫ്രണ്ട് സുബീർ ഇസ് ദർ, ഹി ഈസ് ഇൻ ഡീ വാട്ടറിങ്. പിന്നെ ഒരു എംപ്ലോയി ഇവിടുത്തെ പ്രൊഫസറാണ്. സോ വി ഹാവ് ഓൾ സ്ട്രീംസ് എംപ്ലോയ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമുക്ക് ഗൈഡ് ചെയ്യാൻ ഓൾസോ ഇറ്റ്സ് ഈസി. ജിയോളജിന്റെ ഒരു ബെസ്റ്റ് തിങ് ഇസ് വി ആർ ഓൾ ക്ലോസ് നിറ്റഡ്. നമ്മൾ എപ്പോഴും വി ആർ ദേർ. ചുരുക്കം പറഞ്ഞാൽ ജിയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചിറങ്ങിയ ആൾക്കൊക്കെ നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി വി ഡു ദാറ്റ്. ഞാൻ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണ് പ്രൊഫസർ അല്ല, എൻ്റെ ടീച്ചേഴ്സ് ആണ്. അപ്പോൾ ദേ വിൽ കോൾ മീ ടു കോളേജ്. ഞാൻ നമ്മളെ ഫീൽഡ് എന്താണ്, ആ പിള്ളേർ ലേഡീസ് എസ്പെഷ്യലി മൈ എംഫസിസ് ലേഡീസ് കേട്ടാ. ഇപ്പൊ കുറെ ലേഡീസിനെ കിട്ടുന്നുണ്ട്. സോ ഐ വിൽ സജസ്റ്റ് ടെൽ ദാറ്റ് ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ്. കിട്ടും, ലൈക്ക് ഏതെല്ലാം ഫീൽഡ് ഉണ്ട്, ഇറ്റ്സ് പോസിബിൾ എന്നുള്ള. പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്ന് അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ജോലി തേടിയിട്ട് ഗൾഫ് രാജ്യത്തേക്ക് ഇപ്പൊ അനവധി സ്ത്രീകൾ പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്. പക്ഷെ അത് പിന്നെ അവിടെ പോയ ആളൊന്നും 100% സക്സസ് ഒന്നും അല്ല. കുറെ ആൾക്കാരെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പണം അയച്ചിട്ട് അവിടെ ജീവിക്കുന്ന ആളൊക്കെ ഉണ്ട്, ഞാൻ അറിഞ്ഞെടുത്തേക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആള് പിന്നെ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒരു ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ കൊടുക്കുന്നു. ആ കൊടുക്കാത്ത കൊണ്ടുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ അവരൊരു പ്ലാനഡ് അല്ലാത്ത വരുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണോ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഗൾഫിലേക്ക്? ബോത്ത് വേസ് ആണ്. അത് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന ആൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി വന്ന ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാർ വരുന്ന ആൾക്കാരുണ്ട്, ഡ്യൂ ടു ദർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ്. അങ്ങനെ അപ്പോൾ ദേ ഡോണ്ട് ഹാവ് പ്ലാൻ. എന്തെങ്കിലും ഗ്രാബ് ചെയ്യുക, എന്തെങ്കിലും എടുക്കുക. അത് എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നില്ല. സോ ദാറ്റ് ഇസ് വൺ ഇസ്. സെക്കൻഡ് തിങ് ഈസ് ഞാൻ ഇപ്പോൾ ജിയോളജി കാണുമ്പോൾ വരുന്ന കുട്ടികൾ മോസ്റ്റ്ലി ദേ ആർ ഫോക്കസ്ഡ്. മാം ജിയോളജി ബേസ്ഡ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദേ ആർ ഫോക്കസ്ഡ്. അല്ലാത്ത ആൾക്കാരാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഹൂവർ ഇസ് കമ്മിങ് ടു ഫസ്റ്റ് ഐ വുഡ് സജസ്റ്റ് നല്ലൊരു സോഷ്യൽ നെറ്റ്വർക്കിന്റെ പാർട്ടാവണം. ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. 100% സംശയമില്ല. ചുരുക്കം പറഞ്ഞാൽ ആരെങ്കിലും കിട്ടൂല എന്നല്ല. ഇഫ് ദ പെർസെന്റേജ് വൈസ് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് വിൽ ബി 70-30. 70 റെക്കമെൻഡേഷൻ കിട്ടും, 30% ഓൺലി ചാൻസസ് വിതൗട്ട് റെക്കമെൻഡേഷൻ കിട്ടാറുണ്ട്. ഓക്കെ, റെക്കമെൻഡേഷൻ ഫാൾസ് എ ബിഗ് പാർട്ട് ബിക്കോസ് നമ്മൾ വരുന്നത് ഫ്രഷർ ആയിട്ടാണ് വരുന്നത്. സോ UAE വേ ഓഫ് വർക്കിംഗ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ അതിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആള് കേപ്പബിൾ ആണോ നോക്കണമെങ്കിൽ someone should refer അല്ലെ, ആരെങ്കിലും റെഫർ ഈ ആള് നല്ലതാണെന്ന് പറയും. അങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഫാസ്റ്റ്. അപ്പൊ ആ ഒരു ക്ലോസ് നെറ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർക്കിൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി. അങ്ങനെയാണ് ദുബായിന്റെ ജോലിക്കുള്ള ഒരു സാധ്യതകൾ. ദാറ്റ് ഈസ് ഈവൻ ഇപ്പൊ എനിക്ക് നാളെ ജോബ് നോക്കുന്നുണ്ടെങ്കിലും വി വിൽ റെഫറൻസ് ആണ് മോർ വർക്കിംഗ് മോർ. അപ്പൊ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് ജിയോളജി പഠിച്ചിറങ്ങിയ ആൾക്കാർക്കൊക്കെ ഒരു അവസരം ദുബായിലും അതുപോലെ തന്നെ നാട്ടിലൊക്കെ ലഭിക്കുന്നതെന്ന് അറിയാൻ കാരണം പർവീൻ അങ്ങനെയുള്ളൊരു പിന്നെ ജോലിയും കാര്യങ്ങളും ഗൾഫിൽ കിട്ടിയെന്ന് പറഞ്ഞ ശേഷമാണ് എനിക്കെല്ലാം അറിയാൻ തുടങ്ങി. അതുവരെ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സെക്ടറിലോ കയറുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ജിയോളജി പഠിച്ച ആൾക്കാർക്കൊക്കെ ഗൾഫ് രാജ്യത്ത് എവിടെയെങ്കിലും ഒരു അവസരമുണ്ട് അല്ലേ? ഉണ്ട്. മുമ്പ് പറഞ്ഞ പോലെ അല്ലേ, ഇപ്പൊ ഡെഫിനറ്റ്ലി കുറെ ഫീൽഡ് ഉണ്ട്. സോ അതിനൊരു സ്കാസിറ്റി ഇല്ല. പിന്നെ ഇപ്പൊ തന്നെ മെയിൻലി ഇപ്പോൾ ഔട്ട്സോഴ്സിങ് അവർ ഓൺലൈൻ തന്നെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പഠിച്ച കഴിഞ്ഞ കോളേജിൽ നിന്ന്. ഇപ്പോൾ ഇറ്റ്സ് എക്സ്പോഷർ ഇസ് മോർ അല്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ പിന്നെ ദുബായിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്ക് ചാൻസസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അല്ലേ? അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇപ്പൊ ജിയോളജി പഠിച്ച ആളോട് കാര്യങ്ങൾ ഇപ്പോൾ ജിയോളജി കഴിഞ്ഞ പർവീൻ പൈക്കൊക്കെ അത് അറിയാം കാര്യങ്ങൾ. അപ്പൊ അല്ലാത്ത ആൾക്കാർക്കും ഇതേ ബേസിലാണ് കാണുന്നുള്ളത് അല്ലെ? അവർക്ക് അവരുടേതായിട്ടുള്ള മേഖലയിൽ ഗോഡ് ഫാദറോ അല്ലെങ്കിൽ അവർ നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എങ്കിൽ അവർക്ക് 100% ദുബായിൽ ജോലി. അവർക്ക് ഒരു ഹെൽപ്പ് ഇല്ലാത്ത കിട്ടിയ ആൾക്കാരുണ്ടാവും, ഇല്ലാന്നല്ല. പക്ഷെ എനിക്ക് കിട്ടിയത് ത്രൂ റെഫറൻസ് ആണ്. ഫസ്റ്റ് ജോബ് കിട്ടിയത് ഒരാൾ പറഞ്ഞിട്ടാണ്, ഒരു ജിയോളജി പറഞ്ഞ ഒരു കുട്ടിയുണ്ട് നിങ്ങൾ നോക്കൂ, അങ്ങനെയാണ് കിട്ടിയത്. എൻ്റെ ത്രൂ ഉണ്ടായ കുറെ ആൾക്കാർക്കും ഞാൻ റെഫർ ചെയ്തിട്ടാണ് കിട്ടിയത്. സോ ഇറ്റ്സ് വെരി കോമൺ. ഇല്ലാത്ത കിട്ടുന്ന കുറെ ആൾക്കാർ ഇപ്പോൾ ഫ്യൂഗ്രോയിലുള്ള അവിടുന്ന് ബോംബെയിലത്തെ ഫ്യൂഗ്രോയിലെല്ലാം കിട്ടിയിട്ട് അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ കുറേ ഉണ്ട്.
ഇൻ ജിയോളജി. അങ്ങനെയും അങ്ങനെയുണ്ട്. ബിക്കോസ് ബ്രാഞ്ചസ് ഉണ്ടാവും. ദുബായിൽ ബേസ് ഉണ്ടെങ്കിൽ അതിന്റെ ബ്രാഞ്ചസ് ബോംബെയിൽ അങ്ങനെ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ പർവീൻ പൈക്ക ഇപ്പൊ പറഞ്ഞ് പ്രൊജക്ട് മാനേജർ എന്ന്, ആ പ്രൊജക്ട് മാനേജർ എന്തൊക്കെയാണ് ആ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ മുമ്പ് ടെക്നിക്കൽ ഫീൽഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇറ്റ്സ് ടെക്നിക്കലി ബട്ട് ഐ മാനേജ് ദ പ്രോജക്ട്. ഇപ്പോൾ ബേസിക്കലി എൻ്റെ പ്രോജക്റ്റ് ഇസ് ഓൾ ഗവൺമെന്റൽ പ്രോജക്ട്സാണ്. സൗദി, പിന്നെ ദുബായ്. അപ്പോൾ ഐ ഹാവ് ടു ഗോ ടു സൗദി, ഐ ഹാവ് ടു ഗോ ടു മിഡിൽ ഈസ്റ്റിലത്തെ സ്ഥലത്ത് പോകണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺട്രീൻ്റെ ക്ലൈമറ്റ് മോണിറ്റർ ചെയ്യാനുണ്ടാവുന്നു. വേവ്സ്, കടലിൻ്റെ തീരം എത്ര സ്ട്രോങ്, എത്ര, അതെല്ലാം പാർട്ട് ഓഫ് വൺ ഓഫ് ദ സബ്ജക്ട് ഓഫ് ജിയോളജിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെന്റ്സ് കടലിന്റെ തീരത്ത് ജെട്ടിയിൽ വെച്ചിട്ടുണ്ടാകും. സോ വി നീഡ് ടു ഫിക്സ്, പുതിയ ഇൻസ്ട്രുമെന്റ് വെക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് എൻ്റെ പ്രോജക്റ്റ്. സോ ഐ ഹാവ് എ ടീം അവിടെ പോകുന്നത്, അത് ചെയ്യുന്നത്. ഞാനും പോകും ടീമിൽ. ഐ ഓൾവേസ് ഗോ, ഐ പ്രിഫർ ടു ഗോ. അപ്പോൾ നോളജ് വി ഗെറ്റ് ഇസ് മോർ നമ്മൾ സൈറ്റ് പോയിട്ട് ചെയ്യുമ്പോൾ. സോ അതുപോലെ സൗദിയിൽ കുറേ ടൈഡൽ സ്റ്റേഷൻസ് ഉണ്ട്, UAE കുറേ ടൈഡൽ സ്റ്റേഷൻസ് ഉണ്ട്, ഓഫ് ഷോർ, ഓൺ ഷോർ. അതെല്ലാം മാനേജ് ചെയ്യുന്നതാണ് ഞാൻ. ഇത് ഓക്കെ. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇപ്പോൾ ജിയോളജി കഴിഞ്ഞിട്ട് പോയതിന് ശേഷം കുറച്ച് ആൾക്കാർ പിന്നെ അറിയാൻ സാധിച്ചത്, അത് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പർവീൻ പൈക്കയെ ബന്ധപ്പെടുക, അതുപോലെ തന്നെ പർവീൻ പൈക്ക അവർക്കൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തു എന്നറിയുന്നുള്ള ഒരു വാർത്തയുണ്ട്. അത് വലിയൊരു ഒരു പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്കാർ നമുക്ക് ആടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അങ്ങനെ ഗവൺമെൻറ് കോളേജിൽ നിന്ന് പിന്നെ ഇറങ്ങിയ ആൾക്കാർക്കൊക്കെ ഗൾഫിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ലഭിച്ച് എന്നൊരു വർത്തമാനമുണ്ട്. അത് ശരി തന്നെയല്ലേ? അത് അൽഹംദുലില്ലാ പറ്റിയിട്ടുണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ ഐ വിൽ ബി റോങ്. കാരണം ഞാൻ കുറെ ഫേമിൽ വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അടുത്ത് പറയാറുണ്ട്, ഇതിങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ആരെങ്കിലും നമ്മളെ ആൾക്കാർ എന്നതാക്കാന്ന്. പൊതുവെ പറയലും മലയാളികൾക്ക് ഹെൽപ്പ് അല്ല. ബട്ട് എനിക്ക് ലേഡീസിന്റെ അടുത്ത് കുറച്ച് ഫെമിനിസ്റ്റ് ആണ് ഞാൻ. എനിക്ക് ലേഡീസ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഓൾവേസ് പ്രൊമോട്ട് ലേഡീസ് ഉണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ്. അങ്ങനെ അതൊന്നുണ്ട്. പിന്നെ ഖത്തറിലുണ്ടാകുമ്പോൾ ദർ വാസ്, അതൊരു പുതിയൊരു കമ്പനിയായിരുന്നു, ലോക്കൽ വാണ്ട് ടു എസ്റ്റാബ്ലിഷ് എ കമ്പനി. അയാൾ മൊത്തത്തിൽ തന്നെ ഏൽപ്പിച്ച് യു ടേക്ക് പീപ്പിൾ യു വാണ്ട്. അപ്പോ ഞാൻ നിന്റെ ഡിസിഷൻ അപ്പൊ ഞാൻ ഐ പുട്ട് മോർ എൻ്റെ നാട്ടിലെ ആൾക്കാരും പിന്നെ സാറന്മാരൊക്കെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള, അതുപോലെ തന്നെ പറയുന്ന ആൾക്കാർക്ക് ഭാഗ്യവന്മാരാണത് ആ സമയത്തുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പോകുന്നുള്ള പർവീൻ, അപ്പോൾ ജോലി ആർത്ഥം ഗൾഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പിന്നെ പെൺകുട്ടികളോട് പറയാൻ എന്താണുള്ളത്? ധൈര്യമായിട്ട് വരണം. സോ യു ഹാവ് ടു ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ വേ. നമ്മൾക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹാപ്പൻ സ്ട്രോങ്ലി. അത് നമ്മൾക്ക് ഏതെങ്കിലും വഴിയിലായിട്ട് വി വിൽ എൻഡ് അപ്പ് വിത്ത് സംവൺ, നമുക്ക് ആ ഡിസൈഡ് ജോബ് ഉള്ളത്. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കിംഗ്, ഹാർഡ് വർക്കിംഗ് ആയിട്ട് വരണം. എന്ത് ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യം വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ 100% ജീവിത സക്സസ് ആണ്. വാട്ട് വി തിങ്ക് വി ഗെറ്റ് അല്ലേ? അതിപ്പോ അങ്ങനെ വിജയിച്ച കുറെ ആൾക്കാർ പർവീൻ പൈക്കയുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഇപ്പോൾ ദുബായിൽ അല്ലേ? നമ്മളെ മൈൻഡിൽ എന്താ, വി ഹാവ് സ്ട്രോങ് ഡിസൈർ, വി വിൽ ഗെറ്റ് ഇറ്റ്. അതാ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ വിചാരിക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ, പർവീൻ പൈക്ക കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് പിന്നെ ഇറങ്ങിയ 2004 ആ പോകുന്ന സമയത്ത് ഗൾഫിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നല്ലോ അല്ലേ? ഇനീഷ്യലി സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ തിങ് ഇസ് ആരും കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ആരെ കോണ്ടാക്ട്, നമ്മളെ സീനിയേഴ്സ് ഒക്കെ ഗവൺമെന്റ് ജോബ്സ് ഉള്ളതാണ്, ഗൾഫിൽ ആരും ഇല്ല. അപ്പൊ ടീച്ചേഴ്സിന് സജസ്റ്റ് ചെയ്യാൻ ആരും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഞാൻ എനിക്ക് കിട്ടണം ഭയങ്കര ഇതുണ്ടായിരുന്നു. സോ ഞാൻ ഈ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞാൻ പഠിക്കും, ലൈക്ക് ഇവർ ഏത് ഫീൽഡാ, അങ്ങനെയാ, ഓർക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുക. ഓണസ്റ്റ്ലി ഭയങ്കര ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് അറിയാൻ. പക്ഷെ ഈ കൺസെഷൻ ലബോറട്ടറി ഞാൻ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ആ ജോബ് കയ്യിൽ നിന്ന് കിട്ടിയില്ല എന്നായപ്പം ഐ തോട്ട് ഓക്കെ നൗ ലെറ്റ് മി ഫൈൻഡ് എ വേ, ഒരു സെറ്റിൽ ആവുക. അപ്പോൾ അവിടുന്ന് എനിക്ക് പ്രോബ്ലി കിട്ടുന്നു. അങ്ങനെ ഞാൻ സെക്രട്ടറിയായിട്ട് ജോബ് ചെയ്യുമ്പോഴത്തേക്കും ഒരാളിനെ വിളിക്കുന്നു, പറയും വർക്കിംഗ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജിയോളജിയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ് ലെറ്റ് മി റെഫർ, ഒരു കമ്പനി ഉണ്ട് എന്നിട്ട് ഞാൻ കൊടുത്തു നോക്കുന്നത് എൻ്റെ CV എന്ന് പറഞ്ഞു.
അത് റാൻഡംലി സംഭവിച്ചാണ്. ഓക്കെ 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 ഓക്കെ. But I had a desire. What I think is Allah will always help if you have a desire. അതെ അതെ, നമ്മൾ ആ ഒരു ദൃഢനിശ്ചയം അതുപോലെ തന്നെ. അപ്പൊ ആ കമ്പനി അത്ര ആയിട്ടില്ല വർക്ക് ചെയ്തിട്ട്, ഇറ്റ് വാസ് ജസ്റ്റ് മന്ത്സ്. പിന്നെ അവിടെ പോയി അവർക്ക് ഇഷ്ടമായി, വെരി ഫ്രഷ് ആണ്, പാസ് ഔട്ട് ആയിട്ട് വന്നത് കിട്ടി അൽഹംദുലില്ലാ. തുടക്കത്തിൽ തന്നെ ഒരു നല്ലൊരു കോൺഫിഡന്റ് ആയിരുന്നു ആ ജോബ് അല്ലേ? ബട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ആ സമയത്ത് ബുർജ് ഖലീഫാന്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഐ വാസ് എ പാർട്ട്. നിങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കമ്പനി ഫ്യൂഗ്രോ വാസ് ഇറ്റ്. അപ്പൊ നമ്മൾ ഡൗൺ ടൗൺ സ്ട്രക്ചേഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഭയങ്കര രസമാണ് അത് അല്ലേ? ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാണോ ഈ ക്രൂഡ് ഓയിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളത്? ക്രൂഡ് ഓയിൽ എവിടെ ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള അങ്ങനെ നിങ്ങൾ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പക്ഷെ അതിന് പെട്രോളിയം എഞ്ചിനീയറിംഗ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മള് സർവേയിങ് ആ കാര്യത്തിലൊക്കെ അതൊക്കെ ഭയങ്കര വാസ്റ്റ് ഫീൽഡ് ഓഫ് അല്ലേ? അത് അറിഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. അത് അപ്പൊ വലിയൊരു ലോകമാണ് ജിയോളജി അല്ലേ? ജിയോളജി നമ്മൾ പഠിച്ചത് ഒന്നുമല്ല, ഇനിയും കുറെ പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ഗൾഫ് നിങ്ങൾക്ക് തുറന്നിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ് അല്ലേ? 100%. പെട്രോളിയം ജിയോളജിയുടെ ഭാഗം എനിക്ക് അറിയില്ല, ബട്ട് ഐ നോ അത് ഭയങ്കര ഹൈലി പെയ്ഡുമാണ്, ഭയങ്കര വലിയ ഫീൽഡാണ്. മറ്റൊരു കാര്യം അറിയാനുള്ളതെന്ന് പറഞ്ഞാല് പർവീൻ, കാസർഗോഡ് എവിടെയാണ് പിന്നെ താമസം കാര്യങ്ങളൊക്കെ നിലവിൽ? ഞാൻ എടനീര്. പപ്പ പൈക്കാണ്, ഞങ്ങൾ സെറ്റിൽഡ് ഇൻ എടനീര്. ഓക്കെ. ഇനിയിപ്പോ അടുത്ത് പോകുന്നുണ്ടോ? ഞാൻ മൺഡേ പോകും. ഓക്കെ ഓക്കെ. ഇത് ഇവിടത്തേക്ക് ഇപ്പൊ വന്നിട്ടുള്ള ഒരു ഒഫീഷ്യൽ ട്രിപ്പാണോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വെക്കേഷനിലായിട്ട് വന്നതാണോ? ഒഫീഷ്യൽ ട്രിപ്പ് അങ്ങനെ വന്നതാണ്. ഇപ്പൊ 20 വർഷമായിട്ട് പ്രവാസിയാണ് പർവീൻ പൈക്ക. അപ്പൊ ഞാൻ പറയുന്നത് നിലവിലെ കാസർഗോഡിനും നാട്ടിനൊക്കെ എങ്ങനെയാണ് മാറ്റം കാണുന്നുള്ളത്? അതൊന്ന് പറയും പൈക്ക പറഞ്ഞു. ഇപ്പൊ എന്താ രസം, ഇപ്പൊ എല്ലാ ലേഡീസും ഞങ്ങൾക്കൊക്കെ പുറത്ത് പോയി എവിടെയെങ്കിലും പോണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാ ഗേൾസും പുറത്തേക്ക് നടക്കുന്നു, ഭയങ്കര സന്തോഷം, ഡ്രൈവ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, രാത്രിയൊക്കെ കാണുന്നുണ്ട്, നൈറ്റ് ലൈഫ് ഉണ്ട് ഇപ്പൊ അല്ലേ? സമയത്തൊന്നും പുറത്തിറങ്ങുന്ന പോയിട്ട് 6 മണിക്ക് ശേഷം ഉറപ്പായിട്ട് വലിയൊരു മാറ്റമാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇത് ചെയ്യുന്നുണ്ട്, എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല. ഇപ്പൊ വീട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നോക്കിയിട്ടേ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് നാടെത്തി. ഏറ്റവും ചെയ്യുന്നത് എന്റെ വീട്ടിലുണ്ട്. ഉമ്മ വാസ് വെരി സ്ട്രിക്റ്റ് ഓർത്തഡോക്സ്. ആ ഉമ്മ ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് ഉമ്മ ലൈസൻസ് എടുത്ത് ഉമ്മ ഇസ് ഡ്രൈവിംഗ്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ എന്താ പറയാ, ഉമ്മാന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഫീൽ ഗുഡ്. അങ്ങനെ ഉമ്മ അങ്ങനെ ആയിരുന്നില്ല അല്ല. അപ്പൊ അങ്ങനെയാണ് ലേഡീസിന് ഇപ്പൊ ഭയങ്കര അറിയും പൈക്കാൻ ആരെങ്കിലും വിളിക്കും, എന്തെങ്കിലും ഒന്ന് ഒരു സഹായിക്കോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരട്ടെ, അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല അല്ലേ? എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഐ കനോട്ട് അഷ്വർ എ ജോബ്. നമുക്ക് പക്ഷെ ഒരിക്കലും വന്നാളടുത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യാതൊന്നും നിൽക്കുന്നില്ല. ഐ വിൽ ഡെഫിനറ്റ്ലി ഗൈഡ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അത് പിന്നെ നമ്മൾ എല്ലാവരും ലക്കാണ്, ബട്ട് ഡെഫിനറ്റ്ലി ആ ഗൈഡൻസ് ഉണ്ടാവും അല്ലേ? ആ തന്റെ ഇടത്തിലേക്ക് എത്തല് അല്ലേ? വലിയ മാറ്റമുണ്ട്. ഇനിയും മാറണം. നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളായിട്ട് മുമ്പിലോട്ട് പോകണം. അതുപോലെ തന്നെ അവര് നീ പറഞ്ഞ പോലുള്ള ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്കും നല്ലത്, അവർ ഫാമിലിക്കും നല്ലതാണ്. അപ്പൊ പർവീൻ പൈക്കൊക്കെ 20 വർഷം മുമ്പ് ദുബായിലേക്ക് പോയിട്ട് ജോലിയും കാര്യങ്ങളും സമ്പാദിച്ച ഒരാൾ എന്ന് പറയുമ്പോൾ കാസർഗോട്ടുകാർക്ക് 100% അതൊരു അഭിമാനമൊക്കെ, അതൊരു കോൺഫിഡൻറ്റും, അതൊരു പ്രചോദനവും അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും കാര്യങ്ങൾ പിന്നെ വളരട്ടെ. ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ താങ്ക് യു. അത് വലിയൊരു പ്രചോദനമാണ് കാസർഗോട്ടുള്ള. ഞാൻ എക്സ്പെഷ്യലി പിന്നെ പർവീൻ പൈക്കാനെ ഇവിടെ വിളിക്കാനും ഇരുത്താനും കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഗൾഫിലേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. സ്ത്രീകൾ, അത് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. ഇവർക്കൊക്കെ ഒറ്റ ഇതേ ഉള്ളൂ, ഇപ്പോൾ ഗൾഫിലേക്ക് എത്തണം. ഇത് ഇപ്പോൾ ഭർത്താക്കന്മാരിപ്പോൾ പിന്നെ മാരേജിൻ്റെ സമയത്ത് ഇപ്പോൾ ചോദിക്കുന്നതിന് നീ ഇപ്പോൾ ഗൾഫിലാന്ന്, എന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നുള്ളത്. കാരണം ആടത്തേക്ക് എത്തി. ഒരു സമയത്ത് ഗൾഫ് വേണ്ടായിരുന്നായിരിക്കും, ഇപ്പൊ തിരിച്ച് എല്ലാവർക്കും വേണ്ട ദുബൈയാണ്. അത് എന്ത് കാര്യം ഏതെന്നൊന്നും അറിയില്ല. അത് അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനെ കൊണ്ട് ഗൾഫിൽ പോകണം, ജീവിതം മാറണം. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും പറയാനുണ്ട് ആ കാര്യത്തിൽ. കാരണം പർവീൻ പൈക്ക പറഞ്ഞ പോലെ എന്തും ചെയ്യാനുള്ള തൻ്റെ ഇടത്തോടു കൂടി ആയിരിക്കണം ഗൾഫിലേക്ക് പോകേണ്ടത്. അപ്പോൾ പർവീൻ പൈക്ക ഇങ്ങനെയുള്ള ആൾക്കൊക്കെ ഒരു പ്രചോദനം കൂടിയാണ്. ഇപ്പോൾ പർവീൻ പൈക്കൻ്റെ ഈ ഒരു പ്രൊജക്ട് മാനേജർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കമ്പനിയല്ല, ഒരു ഇന്റർനാഷണൽ കമ്പനീൻ്റെ ഒരു പ്രൊജക്ട് മാനേജറാണ്. ഖത്തറിലും വർക്ക് ചെയ്ത്, ദുബായിലും വർക്ക് ചെയ്ത്, കഴിഞ്ഞ 20 വർഷമായിട്ട് ഗൾഫിലുണ്ട്. അപ്പോൾ പിന്നെ പർവീൻ പൈക്കൻ്റെ
ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ ആ. എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളത്? എല്ലാ മേഖല എടുത്തു നോക്കും, മീൻസ് നിന്റെ ആക്ച്വലി ഫാമിലി ഞാൻ വെരി പോസിറ്റീവ് പേഴ്സൺ ആണ്. അല്ലേ? ഞാൻ എൻ്റെ ലൈഫിൽ ഒരു അപ്സ് ഡൗൺസിനെയും തലയിലെടുക്കാറില്ല. ഇല്ല. ഓ അങ്ങനെ ഒരു ഈസി ഗോയിങ് അല്ലേ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ഈസി ഗോയിങ്. ഞാൻ ഇരിക്കുന്ന ലൈഫിൽ സം ഡൗൺ ഇസ് ടു ഹാപ്പൻ, ഓക്കെ ഓക്കെ സം ബെറ്റർ ഇസ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് ഡൗൺ ആയെങ്കിലും വാട്ട്സ് നെക്സ്റ്റ്, ഇനി എന്താ നല്ലത് വരാൻ പോകുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിന് അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല. എന്ത് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് പറയുമ്പോൾ ആർജെ എടുത്തിട്ടുണ്ട് അല്ലേ? എനിക്ക് ഐ എം എ വെരി പോസിറ്റീവ് പേഴ്സൺ. ഞാൻ എപ്പോഴും ഐ വാണ്ട് ടു ലാഫ്, ലിവ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലിവ്. ഓക്കെ ഓക്കെ ഓക്കെ, ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പറയുമ്പോഴേക്കാ പിന്നെ ഇവിടെ വന്നതിനും സംസാരിച്ചതിനും അതുപോലെ തന്നെ താങ്കളുടെ നല്ല നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളോട് ഷെയർ ചെയ്തതിനും അതുപോലെ തന്നെ ആ ഷെയർ ചെയ്തതിൽ ഈ കാണുന്ന ആർക്കെങ്കിലും ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതിനും വളരെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഗൾഫിൽ വന്നിട്ട് പിന്നെ ഇനി കാണാം ഒരു പ്രാവശ്യം ഞാൻ കാണാം. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നാട്ടുകാർക്ക് ഇനിയും ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Thank you so much. Thank you for the time. Bye. Bye.